ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, അയോധ്യ ആയുധമാക്കിയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയ മണ്ണ് ഫൈസാബാദ്. ആ ഫൈസാബാദിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സമാജ്വാദി പാർട്ടി മത്സരിച്ചു. എന്തിനാ അവിടെ CPI ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയത്? പറയാൻ കഴിയും അരുൺകുമാറെ, നിങ്ങളുടെ RSSനെതിരെയുള്ള പോരാട്ടം വെറും പള്ളയാണ് എന്ന് തെളിയിക്കാൻ ഒരു ഒറ്റ കാര്യം മതി. ഫൈസാബാദ് പോലൊരു മണ്ഡലത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് മുഴുവൻ വർഗീയത കത്തിപ്പടർത്താൻ നോക്കിയ ലാബിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോ നിങ്ങൾ ഇടതുപക്ഷം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തി 15,000 വോട്ട് പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സ്ഥാനാർത്ഥി ഒരു 50,000 വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഇന്ത്യ മുന്നണി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായേനെ. ഈ രാജ്യം മുഴുവൻ BJPയുടെ വർഗീയതയ്ക്കെതിരെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായിരുന്നു അയോധ്യയിരിക്കുന്ന ഫൈസാബാദിൽ BJP വിജയിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ആളല്ലേ? നിങ്ങൾ BJP